മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ 14-ാമത്തെ ദിവസത്തിലാണ് നമ്മളിന്ന് ആയിരിക്കുക. നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനമാണ്. ഈ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: രക്ഷകനായിട്ട് ജനിച്ച ശിശുവിനെ ഒരു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയെന്ന്. ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് പിതാവായ ദൈവം അയച്ച ശിശുവിനെ ഒരു പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തുകയാണ്. ദൈവം നമ്മെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഉയരങ്ങളിലല്ല വിനയമുള്ളിടത്താണ് മഹത്വം നിൽക്കുന്നത്. മഹത്വം നിൽക്കുന്നത് ഉയരങ്ങളിലല്ല, വിനയമുള്ളിടത്താണ്, താഴ്മയുള്ളിടത്താണ്. രക്ഷകനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം എളിമപ്പെടണം. നമ്മുടെ കഴിവുകളെ നോക്കി നമ്മൾ അഹങ്കരിക്കരുത്. നമ്മളിലുള്ള കൃപകളെ നോക്കി നമ്മൾ അഹങ്കരിക്കരുത്. നമ്മുടെ പണത്തെയോ സൗഭാഗ്യങ്ങളെയോ കുടുംബത്തെയോ മക്കളെയോ നോക്കി നമ്മൾ അഹങ്കരിക്കരുത്. ഒന്നിനെയും നോക്കി അഹങ്കരിക്കാനായിട്ട് നമുക്ക് സാധിക്കരുത്. നമ്മൾ പലപ്പോഴും പറയാറില്ല, എൻ്റെ മക്കളാണ് എൻ്റെ അഹങ്കാരം, എൻ്റെ കുടുംബമാണ് എൻ്റെ അഹങ്കാരം, എൻ്റെ സ്വത്താണ് എൻ്റെ അഹങ്കാരം. പ്രിയപ്പെട്ടവരെ, ഒന്നും നമ്മുടെ ജീവിതത്തിന് അഹങ്കാരമായിട്ട് മാറരുത്. അത് മാറിയാൽ അവിടെ ദൈവത്തിൻ്റെ മഹത്വം നിലനിൽക്കില്ല എന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ മഹത്വം നിൽക്കുന്നത് എളിമയുള്ളിടത്താണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അഹങ്കാരമുണ്ട് എങ്കിൽ അഹങ്കാരത്തെ മാറ്റാനായിട്ട് പരിശ്രമിക്കാം. ഇന്ന് നന്നായിട്ട് പരിശോധിച്ച് നോക്കുക, എൻ്റെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടോ? എളിമ ജീവിതത്തിൽ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ ഒന്നുമല്ല എന്നുള്ള ചിന്തയിലേക്ക് വരട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച്, ഈശോയെ, എളിമയോടെ ഈ ദിവസം ജീവിക്കാൻ, എളിമയോടെ നിന്നെ എതിരേൽക്കാൻ കൃപ നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ കഷ്ടപ്പാടുകളിൽ ഇവരെ സഹായിക്കണമേ. കർത്താവേ, ഇവരുടെ കുടുംബത്തെ ആശീർവദിക്കണമേ. ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, ഇന്ന് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, ഇവരുടെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും ആപത്തുകളും അപകടങ്ങളും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായുന്നു. എല്ലാ കെട്ടുകളും തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.